നമസ്കാരം. കണ്ണൂർ CPM-ൽ പോരുമുറുകുന്നു. കണ്ണൂരിൽ CPM വിമതർ ഔദ്യോഗിക പാർട്ടിയായ CPM-നെതിരെ തിരിയുന്നു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് CPM-ൽ നിന്നും വലിയ തോതിൽ കൊഴിഞ്ഞുപോക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കണ്ണൂരിൽ നിന്നും ഇക്കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ നിന്നും മത്സരിച്ച TK ഗോവിന്ദൻ MLA-യും പയ്യന്നൂരിൽ പാർട്ടിയുടെ കോട്ടകൊത്തളത്തിൽ നിന്നും പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥിയായി പാർട്ടിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട PV കുഞ്ഞികൃഷ്ണനും സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വൻ ഭൂരിപക്ഷത്തോടുകൂടി CPM-നെതിരെ മത്സരിച്ചു MLA ആയി തീരുകയായിരുന്നു. ഇവർ രണ്ടുപേരും ഇപ്പോൾ സംയുക്തമായി ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു. TK ഗോവിന്ദനും PV കുഞ്ഞികൃഷ്ണനും പത്രസമ്മേളനം നടത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് CPM-ന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും പിണറായി വിജയൻ എന്ന 10 വർഷം കേരളത്തെ തെറ്റായ ദിശയിലേക്ക് നയിച്ചു ഭരിച്ച ഭരണാധികാരിക്ക് നേരെയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന് നേരെയുമുള്ള വെല്ലുവിളികളായി മാറുന്നു, അല്ലെങ്കിൽ ഭീഷണിയായി തീരുന്നു എന്ന് തന്നെയാണ്. ഭീഷണി എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തുവാൻ വേണ്ടി ഇവരെന്താണ് ഇവരുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത്, അത് തിരുത്തിയില്ലെങ്കിൽ ജനങ്ങൾ തിരുത്തും എന്നുള്ള ഒരു ഭീഷണിയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. PV കുഞ്ഞികൃഷ്ണൻ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റി. എന്താണ് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള തെറ്റാണ് തങ്ങൾക്ക് പറ്റിയത് എന്ന് ഗോവിന്ദൻ ജനങ്ങളോട് വ്യക്തമാക്കാത്തത് എന്താണ് എന്ന് PV കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നു. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉടനീളം എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, നേതാക്കന്മാർ പങ്കെടുത്ത ആ യോഗത്തിൽ ഒരു കാരണവശാലും 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ PK ശ്യാമളയെ തളിപ്പറമ്പിൽ നിന്ന് മത്സരിപ്പിക്കരുത് എന്ന് കൃത്യമായി തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് PK ശ്യാമളയെ തന്നെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്നാണ് PV കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നത്. അത് സ്വജന പക്ഷപാതമാണ്. ഈ സ്വജനപക്ഷപാതം ഒരു കാരണവശാലും CPM-ൽ വച്ചു പൊറുപ്പിക്കത്തക്കതല്ല. CPM-ന്റെ കീഴ്വഴക്കം അതല്ല. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് TK ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പാർട്ടിക്ക് നേരെ ബോധവൽക്കരണമായി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ TK ഗോവിന്ദനെ പോലുള്ള ആളുകളെ അധികാരമോഹത്തിന്റെ അല്ലെങ്കിൽ അധികാരമോഹി എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ PK ശ്യാമള എന്ന CPM-ന്റെ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് TK ഗോവിന്ദൻ തളിപ്പറമ്പിന്റെ MLA ആയി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് തന്നെയാണ് പയ്യന്നൂരിലും സംഭവിച്ചത്. പയ്യന്നൂരിൽ വളരെ നേരത്തെ തന്നെ PV കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിലെ ചില തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. തെറ്റുകുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റുകൾ. പാർട്ടിയുടെ രക്തസാക്ഷിയായ ധൻരാജിന്റെ കുടുംബത്തിനെ സഹായിക്കുന്നതിന് ഒരു ധനശേഖരണാർത്ഥം ഒരു ഫണ്ട് പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു, രക്തസാക്ഷി ഫണ്ട് പിരിവ്. TI മധുസൂദൻ എന്ന MLA പോലും ആ ഫണ്ട് തിരിമറി നടത്തി ലക്ഷക്കണക്കിന് രൂപയാണ് വെട്ടിച്ചു കൊണ്ടുപോയത്. ഇത് സുതാര്യമല്ല എന്ന് PV കുഞ്ഞികൃഷ്ണൻ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുൻപ് പറയുന്നതിന് മുമ്പ് പാർട്ടിയുടെ സജീവമായ ഇടങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി PV കുഞ്ഞികൃഷ്ണനെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള സൗമനസ്യം പാർട്ടി കാണിച്ചില്ല. ഈ പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്നു എന്നാണ് പറയുന്നത്. ഉൾപാർട്ടി ജനാധിപത്യവും ജനാധിപത്യ കേന്ദ്രീകരണവും എല്ലാം പാർട്ടിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല, വാക്കുകളിൽ മാത്രമാണ് ഇതെല്ലാം ഉള്ളത് എന്നാണ് PV കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ചൂണ്ടിക്കാണിച്ചത്. ഉൾപാർട്ടി ജനാധിപത്യം എന്നാൽ പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, അവരെ കേൾക്കുക എന്നുള്ളതാണ് ആ സംവിധാനത്തിന്റെ പ്രത്യേകത. പിന്നീട് അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും സാംശീകരിച്ചെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെവിക്കൊള്ളേണ്ട കാര്യങ്ങൾ, നടപടി ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതാണ്. ഇതൊന്നും തന്നെ പാർട്ടിയിൽ നടക്കുന്നില്ല. വെറും പ്രഹസനം മാത്രമാണ്. അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് CPM എന്ന പാർട്ടിയെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നു. ഇതിലുള്ള പ്രതിഷേധമാണ് തങ്ങൾ പ്രകടിപ്പിച്ചത് എന്നുകൂടിയാണ് TK ഗോവിന്ദനും PV കുഞ്ഞികൃഷ്ണനും മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ CPM-ന്റെ അവലോകന യോഗങ്ങളെല്ലാം കഴിഞ്ഞു, സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അതായത് തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്നു വന്ന് വികാരം മാനിക്കേണ്ടതായിരുന്നു, അക്കാര്യത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല പിണറായി വിജയൻ എന്ന നേതാവിന് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ അകറ്റി നിർത്തുന്നതിൽ ജാഗ്രത കുറവുണ്ടായിരുന്നു, അത്തരത്തിലും തെറ്റുപറ്റിയിരിക്കുന്നു, ആ തെറ്റ് ഏറ്റുപറയുന്നു എന്നാണ്
MP ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ തിരുത്തേണ്ടതെല്ലാം ഇനി തിരുത്താൻ തയ്യാറാണ്, ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഈ പാർട്ടി തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നുണ്ട് എന്ന് കുഞ്ഞികൃഷ്ണൻ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. തെറ്റുപറ്റിയെങ്കിൽ എന്ത് തരത്തിലുള്ള തെറ്റാണ് തങ്ങൾക്ക് പറ്റിയത് എന്ന് തങ്ങളുടെ ജനങ്ങളെ, അണികളെ, സഖാക്കന്മാരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് PV കുഞ്ഞികൃഷ്ണൻ ചോദിച്ചത്. എന്തായാലും PV കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദനും അടക്കമുള്ള CPM-ലെ വിമതരുടെ നിര കൂടി വരികയാണ്. TK ഗോവിന്ദനും PV കുഞ്ഞികൃഷ്ണനും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴയിൽ G സുധാകരനും അതുപോലെ തന്നെ ഐഷ പോറ്റിക്കുമെല്ലാം പിന്തുണ CPM വിട്ട് UDF-ൽ ചേർന്ന ഐഷ പോറ്റിക്കുമെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നത്. അടുത്ത കാലത്ത് ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ മുന്നേറ്റം പോലെ, കോക്രോച്ച് ജനതാ പാർട്ടി പോലെ ഇപ്പോൾ CPM-ലെ വിമതർ തന്നെ CPM വിട്ടുപോകുന്നു. TK ഗോവിന്ദൻ, PV കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ, ഐഷ പോറ്റി, KK രമ എന്നിങ്ങനെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM-ന് ബദലായി പുതിയൊരു ഇടത് പാർട്ടി രൂപം കൊണ്ടാൽ പോലും അതിൽ അതിശയോക്തിയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ CPI പോര് മൂർച്ഛിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് നിയമസഭയുടെ ഉപകക്ഷി നേതൃസ്ഥാനം ചോദിച്ച് CPI-യുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇടത് ജനാധിപത്യ മുന്നണി വിട്ട് CPI മാറുകയോ വേറൊരു ബ്ലോക്കായി ഇരിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫലത്തിൽ ഈ TK ഗോവിന്ദൻ MLA-യും അതുപോലെ തന്നെ PV കുഞ്ഞികൃഷ്ണൻ MLA-യും G സുധാകരനും KK രമയും അടങ്ങുന്ന ഒരു അച്ചുതണ്ട് കൂടി അവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ ഇടത് പാർട്ടിയുടെ ഉദയമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേരളത്തിലെ CPM-ന്, പിണറായി വിജയനും MP ഗോവിന്ദനും വലിയ തലവേദന ഉണ്ടാക്കും. കാരണം അടുത്ത കാലത്ത് ഇന്ത്യയിൽ കണ്ട കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് പോലെ ഇനിയിപ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലുമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായ ആളുകൾ പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും അല്ലെങ്കിൽ പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെയും എല്ലാം നയ വൈകല്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുതിയൊരു അച്ചുതൊണ്ട്, പുതിയൊരു ഇടത് പാർട്ടിക്ക് രൂപം കൊടുത്തു കഴിഞ്ഞാൽ അതിലും അതിശയപ്പെടാനില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും CPM-ന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ TK ഗോവിന്ദൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വിനോദിനി ബാലകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായ വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞതും ഇത് തന്നെയാണ്. കോടിയേരിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആര് വീട്ടിൽ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും, അവരെല്ലാം കോടിയേരിയുടെ ബന്ധുക്കൾ തന്നെയാണ്, അവർ ഞങ്ങളുടെയും ബന്ധുക്കളാണ്. അതിനുശേഷം വിനോദിനി പച്ചക്കുതിര എന്നൊരു മാസികയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു. CPM-ലെ തലമുതിർന്ന ചില പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് പോലും അത്യാവശ്യത്തിനൊന്ന് ഫോൺ ചെയ്താൽ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് CPM നീതി കാണിച്ചില്ല എന്ന് വിനോദിനി തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്ന സന്ദർഭങ്ങളിൽ പോലും CPM-ന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സഹായവും ലഭിച്ചില്ല. വീണാ വിജയനെതിരെ ED റെയ്ഡ് വന്നു കഴിഞ്ഞപ്പോൾ ബിനീഷ് കോടിയേരി അടക്കം അവിടെ പ്രതിരോധത്തിനെത്തിയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ബിനീഷ് കോടിയേരിക്ക് പാർട്ടിയുടെ ഭാഗത്തു നിന്നും യാതൊരു നീതിയും കിട്ടിയില്ല. മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് പിണറായി വിജയൻ വിമുഖത കാണിച്ചു. പെട്ടെന്ന് തന്നെ സംസ്കാര ക്രിയകൾ പൂർത്തിയാക്കി പിറ്റേ ദിവസം പിണറായി വിജയൻ വിദേശത്തേക്ക് പറന്ന കാര്യങ്ങളെല്ലാം കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായ വിനോദിനി മറ്റൊരു സന്ദർഭത്തിൽ അനുസ്മരിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ CPM വിട്ടു പോന്നിരിക്കുന്ന പുതിയ വിമതരുടെ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ CPM-ന് ബദലായ ഒരു കൂട്ടുകെട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ വിനോദിനി ബാലകൃഷ്ണനും ബിനീഷ് കോടിയേരിയും എല്ലാം അതിൽ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഇവരുടെ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നേക്കാം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും കേരളത്തിലെ CPM-നെയും എല്ലാം ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. എന്താണ് അക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക.